ഹലോ, വെൽക്കം ബാക്ക്. 10ാം ക്ലാസ്സിലെ ഐ.ടിയിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികളുടെ പേര് പഠിക്കാനുണ്ട്. ചില കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ പേര്, അത്തരത്തിലുള്ള ചില ആൾക്കാരുടെ പേര് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഒരൊറ്റ വീഡിയോയിലൂടെ അങ്ങനെ നമുക്ക് പഠിക്കാനുള്ള മുഴുവൻ ആൾക്കാരുടെയും പേരുകൾ, പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേരുകളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. അപ്പൊ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഡൊണാൾഡ് ക്നൂത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്നത് ടെക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിട്ടുണ്ട്. ടെക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം 1977 1977 ടൈപ്പ് സെറ്റിംഗ് ടെക്നിക്കൽ ഡോക്യുമെന്റ്സ് ടൈപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തയ്യാറാക്കി. തയ്യാറാക്കിയിരിക്കുന്ന ടെക് എന്ന പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് ഡൊണാൾഡ് ക്നൂത്ത് എന്ന് പറയുന്നത്. ഡൊണാൾഡ് ക്നൂത്ത്. ഓക്കെ, ഈ പേര് അങ്ങനെ തന്നെ ഓർത്ത് വെച്ചേക്കണം. എന്നാൽ ഈ ടെക്കിനെ ബേസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയതാണ് ലാടെക് എന്ന് പറയുന്നത്. ടെക്കിനെ ബേസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയതാണ് ലാടെക് എന്ന് പറയുന്നത്. ഈ ലാടെക് എന്ന സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിരിക്കുന്നത് ലിസി ലാംപോർട്ട് ആണ്. ലിസി ലാംപോർട്ട്. ഈ ഒരൊറ്റ സ്ലൈഡിൽ ഈ രണ്ടാൾക്കാരുടെ പേരാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ചോദ്യം, വളരെ ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും, കാരണം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുള്ളതാണ്. നമ്മുടെ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് ഉണ്ടല്ലോ, അല്ലെ? കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്, CSS. Who suggested the idea of cascading style sheets to eliminate the repetition of the code in HTML? അതിന്റെ ആൻസർ എന്ന് പറയുന്നത്, അതായത് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നിരിക്കുന്നത് ഹാക്കോൺ വിയോംലിയും ബേർഡ് ബോസുമാണ്. ഹാക്കോൺ വിയോംലിയും ബേർഡ് ബോസും ചേർന്നാണ് CSS എന്ന് പറയുന്ന കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്ന ആ ഒരു ആശയം കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? പേര് മറന്നു വരുത്. ഹാക്കോൺ വിയോംലി, ബേർഡ് ബോസ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവരുടെ രണ്ടുപേരുടെയും പേര് മറന്നുപോലാലോ. ഓക്കെ, നെക്സ്റ്റ്. ഫൗണ്ടർ ഓഫ് ദ വേൾഡ് വൈഡ് വെബ്. ഫൗണ്ടർ ഓഫ് ദ വേൾഡ് വൈഡ് വെബ് ടിം ബെർണേഴ്സ്-ലീ. ടിം ബെർണേഴ്സ്-ലീ ആണ് വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ്. ടിം ബെർണേഴ്സ്-ലീ ആണ് WWW അഥവാ വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ആര്? വേൾഡ് വൈഡ് വെബിന്റെ ഫൗണ്ടർ ആര്? ടിം ബെർണേഴ്സ്-ലീ. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, സിൻഫിക് സ്റ്റുഡിയോ എന്താ? സിൻഫിക് സ്റ്റുഡിയോ എന്താണെന്ന് അറിയാലോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. സിൻഫിക് സ്റ്റുഡിയോ എന്താണെന്ന് നമുക്കറിയാലോ, ഒരു 2D ആനിമേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ 9ാമത്തെ ചാപ്റ്ററിൽ ചലിക്കും ചിത്രങ്ങൾ, മൂവിംഗ് ഇമേജസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് സിൻഫിക് സ്റ്റുഡിയോനെ പറ്റിയിട്ടാണ്. 2D ആനിമേഷൻസ് തയ്യാറാക്കാൻ പറ്റുന്ന സിൻഫിക് സ്റ്റുഡിയോ എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിരിക്കുന്നത് റോബർട്ട് ബി ക്വാറ്റിൽബാം ആണ്. റോബർട്ട് ബി ക്വാറ്റിൽബാം. പേര് മറന്നു പോകരുത്, ഈ ഒരു വ്യക്തിയുടെ പേര് മറന്നു പോകരുത്. റോബർട്ട് ബി ക്വാറ്റിൽബാം എന്ന് പറയുന്ന വ്യക്തിയാണ് സിൻഫിക് സ്റ്റുഡിയോ എന്ന സോഫ്റ്റ്വെയർ, ആനിമേഷൻസ് തയ്യാറാക്കുന്ന സിൻഫിക് സ്റ്റുഡിയോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിരിക്കുന്നത് റോബർട്ട് ബി ക്വാറ്റിൽബാം ആണ്. ഫാദർ ഓഫ് ദ കമ്പ്യൂട്ടർ. സിമ്പിൾ അല്ലേ? നമുക്ക് ആദ്യമേ അറിയാവുന്ന ഒരു കാര്യമാണ്. ഫാദർ ഓഫ് ദ കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടറിന്റെ പിതാവാരി. പിതാവ് എന്നറിയപ്പെടുന്നത്, പിതാവ് ആര് എന്ന് ചോദിക്കാം. പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചാൾസ് ബാബേജ് ആണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരാളുടെ പേര് കൂടി ഉണ്ട്. ചാൾസ് ബാബേജിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ചാൾസ് ബാബേജ് ആദ്യമായിട്ട് നിർമ്മിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. അതിനെയാണ് അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറയുന്നത്. ഈ അനലിറ്റിക്കൽ എഞ്ചിന് തയ്യാറാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനൊരു പ്രോഗ്രാം വേണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ ഒരു പ്രോഗ്രാം തയ്യാറാക്കാമെന്ന് ഏറ്റിരുന്നത് അഡാ ബൈറൻ. ശ്രദ്ധിക്കണം, അഡാ ബൈറൻ എന്ന് പറയുന്ന ഒരു ഗണിത ശാസ്ത്രജ്ഞയാണ്. ഓക്കെ, ഒരു ഗണിതശാസ്ത്രജ്ഞ, പ്രശസ്തമായ ഒരു ഗണിതശാസ്ത്രജ്ഞയാണ് അഡാ ബൈറൻ. ഈ അഡാ ബൈറൻ ആണ് നമ്മളെ ഈ ഒരു അനലിറ്റിക്കൽ എഞ്ചിന്, നമ്മുടെ ചാൾസ് ബാബേജ് തയ്യാറാക്കാൻ വേണ്ടി ശ്രമിച്ച ആദ്യത്തെ കമ്പ്യൂട്ടറായ അനലിറ്റിക്കൽ എഞ്ചിന് ഒരു പ്രോഗ്രാം തയ്യാറാക്കാൻ വേണ്ടി ഏറ്റിരുന്നത്. ഓക്കെ അല്ലെ? യുനിക്സ് എന്താണെന്ന് അറിയാലോ. യുനിക്സ് എന്ന് പറയുന്ന ഒരു OS ആണ്, അഥവാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. യുനിക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം തയ്യാറാക്കിയിരിക്കുന്നത് ഡെന്നിസ് റിച്ചി ആൻഡ് കെൻ തോംസൺ ആണ്. ശ്രദ്ധിക്കണം, ഇവിടെ ഈ ഒരു ബെൽ ലബോറട്ടറീസ് എന്ന ആ ഒരു കമ്പനിയുടെ പേര് കൂടി നിങ്ങൾ ഓർക്കണം, കാരണം ആ രീതിയിലും ചോദ്യം വരാറുണ്ട്. അമേരിക്കയിലെ ബെൽ ലബോറട്ടറീസ് എന്ന കമ്പനിയിലെ ഡെന്നിസ് റിച്ചി, കെൻ തോംസൺ തുടങ്ങിയവർ തയ്യാറാക്കിയ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യുനിക്സ് എന്ന് പറയുന്നത്. ഈ രണ്ടു പേര് ഡെന്നിസ് റിച്ചി, കെൻ തോംസൺ. ഓക്കെ അല്ലേ? അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇഗ്നു പ്രോജക്ട്. ഇഗ്നു പ്രോജക്ട്. A computer programmer named Richard Matthew Stallman. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, നോട്ട് ചെയ്ത് വെച്ചോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. റിച്ചാർഡ് മാത്യു സ്റ്റാൾമൻ. ചിലപ്പോൾ നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും. നമ്മൾ എവിടെയെങ്കിലും PDF ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു പേരായിരിക്കും റിച്ചാർഡ് മാത്യു സ്റ്റാൾമൻ. കാരണം അത്രയും അധികം ചോദിച്ചു കാണാറുള്ള ഒരു ചോദ്യമാണ്. റിച്ചാർഡ് മാത്യു സ്റ്റാൾമൻ ആണ് നമ്മുടെ ഇഗ്നു പ്രൊജക്ട് സ്ഥാപിച്ചിരിക്കുന്നത്. എന്താണ് ഇഗ്നു പ്രൊജക്ട്?
അതായത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ തയ്യാറാക്കാനുള്ള ലക്ഷ്യത്തിൽ ആർക്കും എടുത്ത് പഠിക്കുവാനും അതിന്റെ സോഴ്സ് കോഡ് കാണുവാനും മാറ്റുവാനും പുനരുപയോഗിക്കാനും ഒക്കെ പറ്റുന്ന സ്വതന്ത്ര ഒരു സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം തയ്യാറാക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടെ നമ്മുടെ റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഇഗ്നു പ്രൊജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇഗ്നു പ്രൊജക്ട്. ഈ ഇഗ്നു പ്രൊജക്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇഗ്നു പ്രൊജക്ട് തയ്യാറാക്കിയിരിക്കുന്നത് ആരാ സ്ഥാപിച്ചിരിക്കുന്നത്? റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ ആണ്. റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇഗ്നു പ്രൊജക്ട് സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ലിനസ് ടോർവാൾഡ്സ്. ലിനസ് ടോർവാൾഡ്സ് ആരാണ്? ലിനക്സ് എന്ന് കേട്ടിട്ടില്ലേ? ലിനക്സ് എന്ന് പറയുന്നത് ഒരു കേർണലാണ്. ഓക്കെ, ലിനക്സ് എന്ന് പറയുന്നത് ഒരു കേർണലാണ്. ഈ ലിനക്സ് കേർണൽ തയ്യാറാക്കിയിരിക്കുന്ന വ്യക്തിയാണ് ലിനസ് ടോർവാൾഡ്സ് എന്ന് പറയുന്നത്. അവിടെ പേര് കണ്ടിട്ട് ലിനക്സ് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ലിനസ് ടോർവാൾഡ്സ് ആണ് നമ്മുടെ ലിനക്സ് എന്ന കേർണൽ. അതായത് നമ്മുടെ ഉബുണ്ടുവിലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉബുണ്ടു ഉണ്ട്, ഈ ഉബുണ്ടുവിന്റെ കേർണൽ എന്ന് പറയുന്നത് ലിനക്സ് ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, ലിനക്സ് ടോർവാൾഡ്സ് 1991 മുതൽ 1991 മുതൽ ലിനക്സ് എന്ന പേരിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേർണൽ വികസിപ്പിക്കാൻ ആരംഭിച്ചിരുന്നു. ഓക്കെ, ഇഗ്നു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഉള്ളത് ലിനക്സ് എന്ന കേർണൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം മറന്നുകൊണ്ട് ഇനി ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിനെ പറ്റി പറയാനുള്ളത്, ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിന്റെ പിതാവ് അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന 3 ആൾക്കാരുണ്ട്. ഓക്കെ, 3 ആൾക്കാരുണ്ട്. ഇയാൻ ഫോസ്റ്റർ, കാൾ കെ സൈൽമാൻ, സ്റ്റീവ് ട്യൂക്കെ. ഈ 3 പേരുടെ പേരൊന്ന് ഓർത്തിക്കുക. അവരാണ് നമ്മുടെ ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഇയാൻ ഫോസ്റ്റർ, കാൾ കെ സൈൽമാൻ, സ്റ്റീവ് ട്യൂക്കെ. ഈ 3 ആൾക്കാരുടെ പേരും ഇവിടെ നിർബന്ധമായിട്ടും ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഇവിടെ ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച 2 വ്യക്തികളുടെ പേര് അറിയണം. നമുക്കൊന്ന് ചോദ്യം നോക്കി നോക്കാം. ചോദ്യം എന്താ? 2 important personalities who made major contribution to the growth of free software. അതായത് സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ വളർച്ചയ്ക്ക് പ്രധാന സംഭാവനകൾ നൽകിയ 2 വ്യക്തികളെ തിരിച്ചറിയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ വളർച്ചയ്ക്കായിട്ട് പ്രധാനമായി സംഭാവന നൽകിയിരിക്കുന്ന 2 വ്യക്തികളെ തിരിച്ചറിയുക. 2 ആൾക്കാരെ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാനുണ്ട്. ഒന്നാമത്തേത് നമുക്ക് നോക്കാം, റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ. അടുത്തത് അഡാ ബൈറൺ, ടിം ബെർണേഴ്സ്-ലീ, ചാൾസ് ബാബേജ്, ലിനസ് ടോർവാൾഡ്സ്. ആരൊക്കെയാ? ആദ്യത്തെ ആൻസർ എന്ന് പറയുന്നത് റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ. നമുക്കറിയാം, ഇഗ്നു പ്രൊജക്ട് സ്ഥാപിച്ചിരിക്കുന്നത് റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ ആണ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഒരു സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം തയ്യാറാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ ഇഗ്നു പ്രൊജക്ട് നമ്മുടെ റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരാളുടെ പേരും കൂടിയുണ്ട്, ലിനസ് ടോർവാൾഡ്സ് തയ്യാറാക്കിയിരിക്കുന്ന ലിനക്സ് എന്ന് പറയുന്ന കേർണൽ ഇത്തരത്തിലുള്ള നമ്മുടെ ഉബുണ്ടു പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ, അതായത് സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ വളർച്ചയ്ക്ക് പ്രധാന സംഭാവനകൾ നൽകിയ 2 വ്യക്തികളാണ് ചോദിച്ചിരിക്കുന്നത്. റിച്ചാർഡ് മാത്യു സ്റ്റാൾമാനും ലിനസ് ടോർവാൾഡ്സുമാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് ചെറിയൊരു കാര്യം കൂടി പഠിക്കുന്നതോടുകൂടി ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമാണ്. അതായത് നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ ഉണ്ട് അല്ലെ, അവിടെ നിന്ന് നമുക്ക് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ പേരുണ്ട്. അതായത് ഈ പറഞ്ഞിരിക്കുന്നത്, അതായത് ഭാവിയിൽ ഇന്റർനെറ്റ് എന്ന മാധ്യമം നിലനിൽക്കുന്നുണ്ട് എന്ന തോന്നൽ പോലും നമുക്കുണ്ടാവില്ല. വായുവും വെള്ളവും പോലെ എക്കാലത്തും അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാകും. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആര്? ആ പറഞ്ഞിരിക്കുന്ന വ്യക്തി ഒരു പ്രോഗ്രാമറാണ്. അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. എറിക് സ്മിത്ത് ആണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഈ ഒരു വേർഡ്സ് തന്നിട്ട് ഇത് ആരാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം, എറിക് സ്മിത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും ആൾക്കാരുടെ പേരുകളെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും 10ാം ക്ലാസ്സിലെ IT എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഇവിടെ ഇമ്പോർട്ടന്റ് പറഞ്ഞിട്ടില്ല, ഇവരുടെ ഒക്കെ തന്നെ പേരുകൾ നിങ്ങൾ വീണ്ടും നോക്കിയിട്ട് തന്നെ പോയിരിക്കണം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഓക്കെ അല്ലേ? മറ്റൊരു IT വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്നായിട്ട് പഠിക്കുക. മറ്റൊരു IT വീഡിയോ ആയി വീണ്ടും കാണാം.